തമിഴകത്ത് സൂപ്പർ സസ്പെൻസുകൾക്ക് അവസാനം ക്ലൈമാക്സ് ശുഭപര്യവസായിരിക്കുന്നു. 5 ദിവസം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് TVK അധ്യക്ഷൻ വിജയ് നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ RV ആർലേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 120 MLA-മാരുടെ പിന്തുണക്കത്തുകൾ സമർപ്പിച്ചാണ് വിജയ് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചത്. BCK മുസ്ലിം ലീഗ് കക്ഷികളുടെ നിരുപാധിക പിന്തുണ ലഭിച്ചതോടെ ഭൂരിപക്ഷ പ്രതിസന്ധിക്ക് പരിഹാരമായി. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അഭിജിത്ത് മുഴക്കുന്ന ചെന്നൈയിൽ നിന്നും തത്സമയം ചേരുന്നു. അഭിജിത്ത്, ഗുഡ് ഈവനിങ് അഭിജിത്ത്. നമ്മൾ കാത്തിരുന്ന ആ ദിവസം നാളെയാണ്. അങ്ങനെ ഒടുവിൽ എല്ലാ സസ്പെൻസുകൾക്കും വിരാമമാവുന്നു. വിജയിയുടെ സൂപ്പർ ചിത്രത്തിന്റെ ഒരു ശുഭപര്യവസായ ക്ലൈമാക്സ് പോലെ നാളെ വിജയ് തമിഴകത്തിന്റെ തേരാളിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ DMK-യുടെ ഒരു കത്ത് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ടാണ് കത്ത് പുറത്തു വരുന്നത്. വളരെ വൈകാരികമായ രംഗങ്ങളാണോ ഇന്ന് സംഭവിച്ചത്? CPM-ന്റെ, CPI-യുടെ, മുസ്ലിം ലീഗിന്റെ, VCK-യുടെ, കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണയോടുകൂടി എല്ലാ അട്ടിമറി നീക്കങ്ങളും അവസാനിപ്പിച്ച് ആർലേക്കറൊടുവിൽ കീഴടങ്ങുകയായിരുന്നോ വിജയിയുടെ കത്തുകൾക്ക് മുന്നിൽ? അരുൺ, ഗുഡ് ഈവനിങ്. നാളെ തമിഴകമാകെ വിജയുടെ വിസിലടി മുഴങ്ങും. ചരിത്ര ദിവസമാണ്. ഇളയ ദളപതി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഏൽക്കാൻ പോകുന്നു. രാവിലെ 10 മണിക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. മറ്റ് നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടേക്ക് എത്തും. 9 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അരുൺകുമാർ, ഇന്നും ഒട്ടനവധി നാടകീയ രംഗങ്ങളാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയത്, ചെന്നൈ കേന്ദ്രീകരിച്ച് അരങ്ങേറിയത്. രാവിലെ തന്നെ VCK അവരുടെ പിന്തുണ നൽകുമെന്നാണ് അറിയിച്ചത്. പക്ഷേ അതിനൊരു കാലതാമസം നേരിട്ടു. ഒരുപാട് വിലപേശലുകൾ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാത്തിനും ഒടുവിൽ ഒരു നിരുപാധികമായ ഒരു പിന്തുണ അത് TVK-ക്ക് VCK നൽകുകയായിരുന്നു. 118 അല്ല, ഗവർണർ ആവശ്യപ്പെട്ടത് 118 അല്ല, പക്ഷേ 120 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ്. ആ പിന്തുണക്കത്തുമായാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണാൻ വിജയ് ലോക്ഭവനിലെത്തിയത്. ഏതാണ്ട് 2 മണിക്കൂറിലധികമാണ് കൂടിക്കാഴ്ച നീണ്ടത്. അതിനൊടുവിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി വിജയ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും നമ്മൾ കണ്ടു. ആർപ്പു വിളികളുമായി TVK ആരാധകരൊക്കെ തന്നെ ലോക്ഭവന് ചുറ്റും കൂടി നിൽക്കുന്നതും വലിയ കാഴ്ചയായി മാറിയിരുന്നു. ഏതായാലും നാളെ ഇപ്പോൾ വിജയ് മുഖ്യമന്ത്രി കസേരയിൽ അധികാരത്തിലേറുകയാണ്. VCK ഒപ്പം തന്നെ മുസ്ലിം ലീഗ്, CPM, CPI തുടങ്ങിയ കക്ഷികളുടെയൊക്കെ പിന്തുണയുണ്ട്, കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. അങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് വിജയ് എത്തുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വൈകാരികമായ ഒരു പ്രതികരണം അത് സ്റ്റാലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് DMK-യുടെ സഖ്യത്തിൽ വിജയിച്ചതാണ് കോൺഗ്രസ് MLA-മാർ, പക്ഷെ ഒരു നന്ദി വാക്ക് പറയാൻ പോലും കോൺഗ്രസിന്റെ ആരും ഇവിടേക്ക് എത്തിയില്ല, DMK ആസ്ഥാനത്തേക്ക് എത്തിയില്ല എന്നുള്ള അതിവൈകാരികമായ ഒരു കുറിപ്പ് കൂടി എക്സിൽ സ്റ്റാലിൻ കുറിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടതു പാർട്ടികൾക്കുള്ള ഒരു അഭിനന്ദനം, അല്ലെങ്കിൽ ഒപ്പം നിന്നതിന് ഒരു അഭിനന്ദനം കൂടി, അല്ലെങ്കിൽ ഒരു നന്ദി പറച്ചിൽ കൂടി സ്റ്റാലിനിൽ നിന്നുണ്ടാകുന്നു. ഇത് കൂടാതെ മറ്റ് ചില നാടകീയ നീക്കങ്ങൾ കൂടി ഇപ്പോഴും തമിഴ്നാട്ടിൽ തുടരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺ. അത് ഈ AIADMK-യുമായി ബന്ധപ്പെട്ടാണ്. ചിലർ എടപ്പാടി പളനിസ്വാമിയുമായി പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി തമിഴ്നാട്ടിലുണ്ട്. ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ ഒരു പിളർപ്പിലേക്ക് AIADMK പോകാനുള്ളൊരു സാധ്യത കൂടി ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരു ശുഭപര്യവസായിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം കടക്കുന്നു. നാളെയാണ് ഇളയ ദളപതി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. അരുൺ, ഓക്കെ, നാളെ തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒരുപക്ഷെ MGR-ന് ശേഷം തമിഴകത്തെ ഇളക്കിമറിച്ച മറ്റൊരു താരം പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത് ഇതാദ്യമാണ്. അതും 2 വർഷത്തിന്റെ മാത്രം ഇടവേളയിലാണ് TVK അധികാരം പിടിച്ചത്. AIADMK-ക്കും DMK-ക്കും എതിരെ ശക്തമായ വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു കത്ത് DMK-യുടെ കത്താണ്. DMK-യുടെ സ്റ്റാലിൻ്റെ ഒരു കത്തിപ്പോൾ പുറത്തു വരുന്നുണ്ട്. വളരെ വൈകാരികമായൊരു കുറിപ്പാണിത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴ്നാട് പോകാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പരസ്പര ബഹുമാനത്തോടെ സത്യനിഷ്ഠയോടെ പ്രവർത്തിച്ച് സ്ഥിരതയുള്ള ഭരണകൂടത്തിന് സ്വയം വഴിയൊരുക്കാൻ സഖ്യകക്ഷികൾ മുഖേന ആഗ്രഹിച്ചു. തമിഴ്നാട്ടിലെ നിലവിലുള്ള പ്രതിസന്ധി ഒഴിവാക്കാനായി വിജയ് നയിക്കുന്ന ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ നിർബന്ധിതമാവുകയും എന്നാൽ DMK നയിക്കുന്ന പുരോഗമന സഖ്യത്തോടൊപ്പം ഈ നിമിഷം വരെയും തുടരുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടെ നേതാക്കളായ കോമ്രേഡ് ഷൺമുഖത്തിനും കോമ്രേഡ് വീരപാണ്ഡ്യനും ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. DMK-യുടെ നയശക്തിയിൽ അവരിപ്പോഴും വിശ്വാസമർപ്പിക്കുന്നു. തമിഴ്നാടിനു വേണ്ടിയും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും നമുക്കൊരുമിച്ച് പോരാടാമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സഖ്യത്തിൽ ഞങ്ങളുടെ കൂടി വോട്ട് കൊണ്ട് ജയിച്ച കോൺഗ്രസ് ഒരു വാക്കുപോലും പറയാതെ
ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ ഒരൊറ്റ പകലുകൊണ്ട് ബന്ധം വിച്ഛേദിച്ചു പോയി കളഞ്ഞു. അത് മറക്കില്ല. പുതിയ സർക്കാരിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. MK സ്റ്റാലിൻ. ഇതാണ് ഇപ്പോൾ സ്റ്റാലിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു കത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ആ ബന്ധം വിച്ഛേദിച്ചു പോകുമ്പോൾ ഒരു നന്ദി പോലും പ്രകാശിപ്പിക്കാതെ പോയി എന്നും CPM എന്നാൽ തന്നോട് പറഞ്ഞിട്ടാണ് അത്തരമൊരു തീരുമാനം എടുത്തതെന്നും ആ തീരുമാനത്തിന് വണക്കമെന്നുമാണ് ഇപ്പോൾ സ്റ്റാലിൻ പറയുന്നത്.